ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കെനെറ്റ്സ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 28-ാം തീയതി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സപ്ലിമെൻ്ററിക്ക് മുൻപ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് VHSയിൽ ഒരുപാട് മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ ഒരു പ്രതീക്ഷയായിരുന്നു. സോറി, ഞാൻ എന്ത് ചെയ്യാൻ അത് VHSയിൽ ഫസ്റ്റ് വന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ HSCയിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. അല്ല, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അല്ല വരിക, എന്താ സപ്ലിമെന്ററി തന്നെയാണ്. 28-ാം തീയതി സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും. ഒരുപാട് മക്കൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ കിട്ടാനുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന മക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സപ്ലിമെന്ററി കഴിഞ്ഞ ഉടനെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റും വരും. ആ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇവിടെ VHSCയിൽ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കൺഫ്യൂഷൻ പോലാണ് പറഞ്ഞത്. അപ്പോൾ ട്രാൻസ്ഫർ അല്ല, സപ്ലിമെന്ററി തന്നെയാണ്. സപ്ലിമെന്ററിയുടെ വേക്കൻസി മക്കൾക്ക് നോക്കാം. അപ്പോൾ അത്രയും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുണ്ട്. അവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മക്കൾക്ക് അത്രയും സീറ്റ് ഉണ്ട്. 1,22,539 സീറ്റ് വേക്കൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പം നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക ഏതൊക്കെ വേക്കൻസികളാണ് നോക്കുക. മെറിറ്റ് വേക്കൻസി ആണെങ്കിൽ 45,467 വേക്കൻസി ഉണ്ട്. സ്പോർട്സ് കോട്ട വേക്കൻസി 3,691. MRS വേക്കൻസി 406. കമ്മ്യൂണിറ്റി വേക്കൻസി 5,030. മാനേജ്മെന്റ് വേക്കൻസി ആണെങ്കിൽ 22,179. മാനേജ്മെന്റ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആക്ച്വലി ആ വേക്കൻസി ഉണ്ടാവണമെന്നില്ല, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോട്ടയിൽ 45,766. അതും ആക്ച്വൽ വേക്കൻസി ആയിരിക്കണം എന്നില്ല, വേക്കൻസി കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടോട്ടൽ വേക്കൻസി വരുന്നത് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി 1,22,539 വേക്കൻസി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അതുമല്ല മക്കൾ അങ്ങനെ വെറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓൾമോസ്റ്റ് എല്ലാ അലോട്ട്മെന്റും കഴിയുമ്പോഴത്തേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും, പിന്നെ സ്പോട്ട് അഡ്മിഷൻ വരും. ഈ അഡ്മിഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്ത് കിട്ടും, അഡ്മിഷൻ കിട്ടും. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് മക്കളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരു രീതിയിലും ആപ്ലിക്കേഷൻ ഫോമിൽ തെറ്റ് വരുത്തരുത്. ആ വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ റിന്യൂ ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്ഫർ അല്ലേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തവരെല്ലാം എന്ത് ചെയ്യുക, ഒന്നുകൊണ്ടും എന്ത് ചെയ്യുക, വിഷമിക്കില്ല. വെയിറ്റ് വരും. സപ്ലിമെന്ററി കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരും. മക്കൾ എന്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ബൈ.